കേരളത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് പറയേണ്ടത് ഭരിക്കുന്നവരല്ലോ. ആ ഭരണം കൊണ്ട് ഏത് മേഖലയിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ്. അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും മാറി മാറി എന്നൊക്കെ പറയുമ്പോൾ ചിലരെ സംബന്ധിക്കുന്നിടത്തോളം ഇത് മറ്റേ PR പണിയാണെന്നുള്ള നിലയ്ക്ക് പ്രചരിപ്പിക്കും. ആ നിലയ്ക്ക് കേരളത്തിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ച് ഒരു പ്രമുഖ വ്യവസായിയായിട്ടുള്ള ജോൺ കുര്യാക്കോസ്, അതായത് വിൻസൈഡൽ ദന്തൽ കെയർ MD ആയിട്ടുള്ള ജോൺ കുര്യാക്കോസ് പറഞ്ഞ വാചകങ്ങളുണ്ട്. ദ ക്യൂ എന്ന ചാനലിന് അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം കേരളത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പ്രചരിപ്പിക്കുന്നത് ഈ നാട്ടിലെ ചില കുബുദ്ധികളാണ്. ആ കുബുദ്ധികളെക്കുറിച്ചാണ് ഇനി ഈ നാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ നാടിന് പുരോഗതിയാണ് വരേണ്ടത്. കാര്യം ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ഇവിടുത്തെ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വളർച്ചയനുസരിച്ച് ഗുണഫലം കിട്ടണം. പക്ഷെ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവന്നാലും അതൊരിക്കലും അംഗീകരിക്കാതെ അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഈ കുപ്രചരണക്കാരെ തുറന്നു കാട്ടുന്നതാണ് വിൻസൈഡൽ MDയുടെ ഈ പ്രതികരണം. കേട്ടുവരൂ. ഇന്നത്തെ നമ്മുടെ വ്യവസായ മന്ത്രി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം ഏതൊരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു പരിഹാരം അദ്ദേഹം ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞു ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്ത് മാറ്റം വന്നിട്ടുണ്ട് പഴയതിനെ അപേക്ഷിച്ച്, വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട്. 14 പ്രാവശ്യം സബ്സിഡി മേടിക്കാൻ 38 വർഷം മുമ്പ് എറണാകുളത്തേക്ക് ബൈക്ക് ഓടിച്ചു പോയ മനുഷ്യനാണ് ഞാൻ. എനിക്ക് സബ്സിഡി നിഷേധിക്കപ്പെട്ടു. എന്നാൽ ഇന്നോ ഏതെല്ലാം സബ്സിഡികളുണ്ട്. ഒരു ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങിയാൽ 4 ലക്ഷം രൂപ സബ്സിഡി കിട്ടും. ഇത് ജനങ്ങൾ അറിയുന്നുണ്ടെങ്കിലും അത് നല്ല വശമൊന്നും പറയുന്നില്ല. കേരളം കൊള്ളൂല എന്ന് പറയാനാണ് എല്ലാ ആളുകൾക്കും താല്പര്യം. അങ്ങനെ ഒരു വലിയ ലോബിയുണ്ട്. വ്യവസായം നടത്തുന്ന ഒരു സംരംഭകനാണ്. ആരെയും സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ നാടിനോട് കാട്ടുന്ന ഒരു നെറുകേടാണ്.